ചാനലിലെ സഹൃദയരായ പ്രേക്ഷകർക്ക് ഓണാശംസകൾ. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പൈതൃകമാണ് തിരുവോണം. ഈ തിരുവോണം ആഘോഷത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയുകയില്ല. പുരാണേതിഹാസങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇങ്ങനെ കേരളത്തിൽ ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നതായും വാമനാവതാര സമയത്ത് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്നും കാണാൻ കഴിയുകയില്ല. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തുന്ന ദശാവതാരങ്ങളുടെ ക്രമങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് വളരെ അടുത്ത കാലത്ത് ഈ ഒരു ഐതിഹ്യം രൂപപ്പെട്ടു വന്നതാണ് എന്നുള്ളതാണ്. നീർണങ്കോഴികളുടെ രാമായണത്തിലോ എഴുത്തച്ഛൻ്റെ സൃഷ്ടികളിലോ കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യങ്ങളിലോ ഒന്നും തന്നെ ഈ ഓണാഘോഷത്തെ സംബന്ധിച്ച് സൂചനകൾ പോലുമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ആയിരിക്കണം ഈ ഒരു ഐതിഹ്യം ഉത്ഭവിച്ചത് എന്നാണ്. മഹാബലി പുരാണവുമായി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ വാമനൻ്റെ അവതാരത്തിന് ഒരു കാരണം കാണാൻ കഴിയും. അത് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു അനന്തന് മുകളിൽ ശയിക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി വന്ന് ഉണർത്തിച്ചു, അങ്ങയുടെ പരമഭക്തനായ മഹാബലി കേരളത്തിൽ ഒരു ധർമ്മയാഗം നടത്തുകയാണ്. എല്ലാ പാപങ്ങളും മാറി ഈ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ഒരു യാഗം നടത്തുകയാണ്. ആ ഭക്തനെ അങ്ങ് എന്താണോ പോയി ദർശനം നൽകാത്തത്? അദ്ദേഹം പറഞ്ഞു, മഹാവിഷ്ണു പറഞ്ഞു, ഭവതി പറഞ്ഞത് ശരിയാണ്, ഞാൻ ദർശനം നൽകുവാൻ പോവുകയാണ്. തുടർന്ന് നമുക്ക് ഇനി മഹാബലി നടത്തുന്ന യാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ യാഗം ഭൂമിയിൽ പൊടിപൊടിക്കുകയാണ്. ഹോമകുണ്ഡങ്ങളെല്ലാം യാഗം നടത്തി അണയാറായി. ആ പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാം അവസാനിക്കാറായി. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ പുരവാസികൾക്കും അവർ ചോദിക്കുന്ന ദാനം നടക്കുകയാണ്. ദാനം നൽകുന്നതിന് അദ്ദേഹം കീർത്തിമാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ആ ദാനങ്ങളെല്ലാം നൽകുന്നത് ധർമ്മനിഷ്ഠയ്ക്ക് ആവശ്യമാണെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും താല്പര്യവും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് മഹാവിഷ്ണു വാമനനായി അവതരിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിനടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർ മഹാബലിയെ സമീപിച്ചിട്ട് പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ വരമുണ്ടെന്നാണ് കാണുന്നത്, സൂക്ഷിക്കണം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കരുത്, കിണ്ടിയിൽ നിന്നും വെള്ളം കൊടുക്കരുത്, അത് വളരെ ശ്രദ്ധിക്കണം എന്ന് ശുക്രാചാര്യർ പറഞ്ഞത് മഹാബലി അത്ര ഒരു പ്രാധാന്യം കൊടുത്ത് കണ്ടില്ല. ഉടനെ വാമനൻ ഒരു കുള്ളനായി മഹാബലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം വാമനൻ പറഞ്ഞു, അങ്ങ് വളരെ കീർത്തിമാനാണ്, ധർമ്മനിഷ്ഠയിൽ വളരെ കൃത്യതയുണ്ട് എന്നാണ് ലോകം മുഴുവനും അറിയുന്നത്. എനിക്ക് ഒരു ദാനം നൽകണം. അത് എന്താണ് അങ്ങ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തപസ് ചെയ്യുന്നതിനായിട്ട് 3 അടി സ്ഥലം വേണം.
മഹാബലി വാമനനെ അടിമുടിയൊന്ന് നോക്കി. ഒരു കുള്ളൻ, ഒരു ഒരു ചെറിയ രൂപം, അത് വന്നിട്ട് 3 അടി സ്ഥലം വേണമെന്നാണ് പറയുന്നത്. വളരെ വിശാലമനസ്കതയോടുകൂടി തന്നെ ആണെങ്കിലും വളരെ പുച്ഛത്തോടുകൂടി 3 അടി മതിയോ എന്ന് വാമനനോട് ചോദിച്ചു. വാമനൻ പറഞ്ഞു, അത് മതി. ശരി, എന്നാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വാമനൻ പിന്നെ വിശ്വരൂപം കാണിക്കുകയാണ്. 3-ാമത്തെ അടിയിൽ അളന്നെടുക്കാൻ ഈരേഴ് 14 ലോകത്തും പിന്നെ സ്ഥലമില്ല. എന്തു ചെയ്യും? അപ്പോൾ അദ്ദേഹം ധർമ്മനിഷ്ഠനായ മഹാബലി ചക്രവർത്തി ശിരസ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഈ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ പറന്നുപോയി വാസുകിയെ ഇങ്ങ് കൊണ്ടുവന്നു. ഈ വാസുകിയെ കൊണ്ടുവന്ന മഹാബലിയെ കെട്ടി കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ വാസുകിയെ കൊണ്ട് ബന്ധിച്ചാണ് കൊണ്ടുപോകാൻ ഗരുഡൻ തയ്യാറായി നിൽക്കുന്നത്. ഈ സമയത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം മഹാവിഷ്ണുവിനോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങയുടെ പരമഭക്തനല്ലേ മഹാബലി? അദ്ദേഹം ധർമ്മനിഷ്ഠ നടത്തുകയല്ലേ? അതിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ ബന്ധിച്ചു കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ? അതെന്താണ് അങ്ങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇവിടെ ധർമ്മനിഷ്ഠയ്ക്ക് മുകളിൽ ഗുരുത്വം എന്ന് പറയുന്ന ഒന്ന് ഈ മഹാബലിയിലില്ല. ശുക്രാചാര്യർ വന്നിട്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശുക്രാചാര്യർ വന്നിട്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു വന്നാൽ എന്ത് എന്നുള്ള ഭാവത്തിലാണ് ശുക്രാചാര്യർ നോക്കിയത്. മഹാവിഷ്ണു ആയാലെന്ത്, അത്ര നിസ്സാരനായി കാണുകയാണ്. രണ്ടാമത് ഞാൻ കടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം പൂർണ്ണ ധർമ്മനിഷ്ഠനാണെങ്കിൽ എന്നെ തിരിച്ചറിയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയിൽ പോരായ്മകൾ ഉള്ളതുകൊണ്ട് ആണ് എന്നെ തിരിച്ചറിയാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഞാൻ 3 അടി സ്ഥലം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പരിഹാസ രൂപേണ എന്നെ നോക്കിയിട്ട് 3 അടി മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയിലെ പോരായ്മയാണ് കാണിക്കുന്നത്. ഒരു ധർമ്മം ചോദിക്കുന്ന ആളിനോട് പരിഹാസ രൂപേണ 3 അടി മതിയോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ധർമ്മിഷ്ഠൻ പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ പരമഭക്തനാണ്. ഞാൻ ബന്ധിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ചരണങ്ങളിൽ ലയിപ്പിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളും എൻ്റെ ചരണങ്ങളിൽ ലയിക്കുന്നതിന് താല്പര്യപൂർവ്വം നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെയും എൻ്റെ ചരണങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സുതലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സുതലത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ പൂർണ്ണത വരുത്തണം. അങ്ങനെ പൂർണ്ണത വരുത്തി ഇദ്ദേഹത്തിനെ ദേവലോകത്ത് ഉപയോഗിക്കണം. അതിനാൽ എൻ്റെ പരമഭക്തനായ മഹാബലിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനും എനിക്ക് കഴിയുകയില്ല. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതുമില്ല. അദ്ദേഹം 2 കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഒന്ന്, ഗുരുത്വമില്ല. 2, അദ്ദേഹത്തിന് ഭക്തിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന പൂർണ്ണത അദ്ദേഹത്തിന് വരുത്തണം. അതിനായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുകയല്ല, അദ്ദേഹം മഹാവിഷ്ണു തൻ്റെ ചരണങ്ങളിൽ ലയിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്താണ്
അദ്ദേഹത്തിൻ്റെ പ്രജകളെ ഒന്ന് കാണാൻ ഒരവസരം നൽകണമെന്ന് പറഞ്ഞു. അതും മഹാവിഷ്ണു അനുവദിച്ചു. അപ്പോൾ മഹാവിഷ്ണുവിനെ ചെറുതാക്കി കാണാനും നിന്ദിക്കുന്ന തരത്തിലും അക്കാലത്ത് ശൈവമതങ്ങളുടെ പ്രചാരകന്മാരായിരുന്ന ഇതിൽ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അവരായിരിക്കണം ഈ കഥ മഹാവിഷ്ണുവിനെ ഒരു നിന്ദയുടേതായ ഒരു കഥാപാത്രമാക്കി ചിത്രീകരിച്ചിട്ടുള്ളത്. മഹാവിഷ്ണു അദ്ദേഹത്തിനെ ശരിക്കും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ വർഷവും ഈ ഭൂലോകത്ത് മഹാബലിക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണാനും നമുക്ക് സന്തോഷം നൽകുവാനും കഴിയുന്നത്. ഇന്ന് സമത്വസുന്ദരമായ ഒരു നാടാണ് അദ്ദേഹം മഹാബലി വിഭാവന ചെയ്തിരുന്നു എന്നാണ് ഓണപ്പാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിളനിലമാണ്. പ്രകൃതി ലാവണ്യവും ഈ സമത്വസുന്ദര കേരളവും കൈകൊട്ടിക്കളിക്കുന്ന ഒരു നാടായി ആ ഓണപ്പാട്ടുകളിൽ കാണാൻ കഴിയും. ഈ ഓണപ്പാട്ടുകൾ വാൽമീകിയുടെ രാമായണത്തിൽ രാമരാജ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങൾ പകർത്തിയെടുത്തതാണ്. ഇത് മുമ്പ് 1-2 എപ്പിസോഡുകളിൽ ഞാൻ വിവരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് രാമരാജ്യത്തിലെ ഉണ്ടായിരുന്ന ആ സ്ഥിതിവിശേഷം, രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം വർണ്ണിക്കുന്ന അതാണ് ഈ ഓണപ്പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആമോദത്തോട് വസിക്കും കാലം. അന്ന് ബാലമരണങ്ങളില്ല, അതുപോലെ തന്നെ ഒരു ചതിയില്ല, കള്ളമില്ല, കള്ളപ്പറയില്ല. ഇതെല്ലാം വാൽമീകി രാമായണത്തിൽ രാമരാജ്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാമരാജ്യത്തിൽ നിന്നും പകർത്തിയതാണ് ഈ ഓണാഘോഷം എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ ചങ്ങമ്പുഴ തന്നെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ കാണാം എന്ന് പറഞ്ഞത് തന്നെ വാൽമീകി രാമായണത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതേ പദങ്ങൾ തന്നെ എടുത്ത് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രകൃതി രമണീയത മുറ്റി നിൽക്കുന്ന ഒരു രാജ്യത്ത് സമത്വസുന്ദരമായ ഒരു കേരളം അത് വിഭാവന ചെയ്ത അന്നത്തെ ആളുകളെ, ഓണപ്പാട്ടുകൾ സൃഷ്ടിച്ചവരെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഓണാഘോഷം പങ്കുചേരാം. നമസ്കാരം.